ഓർമ്മകളിൽ നിന്ന് ഞെട്ടി ഉണരുമ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അതൊരു സ്വപ്നം മാത്രമായിരുന്നു എന്ന്. എങ്കിലും അന്നത്തെ അതേ വേദനകൾ ഇന്നും ഒട്ടും കുറയാതെ തന്നെ അനുഭവപ്പെടുന്നു എന്നത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നീ ഇങ്ങനെ ഏതു നേരവും ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ചുരുണ്ടുകൂടാതെ എഴുന്നേറ്റ് കുളിച്ച് എന്തെങ്കിലും കഴിക്കാൻ നോക്ക് ശ്രീ. അമ്മയുടെ ശകാരം കേട്ട് അവൾ കണ്ണും മുഖവും തുടച്ച് കട്ടിലിൽ നിന്നെണീറ്റു. മോളെവിടെ? അച്ഛൻ്റെ കൂടെ പുറത്തുപോയി. അവൾ മാറിയുടുക്കാനുള്ളതെടുത്ത് ബാത്റൂമിലേക്ക് പോയി. അമ്മേ. കുളി കഴിഞ്ഞ് കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്ന് ഒരു വിളി. ആ, എവിടെയായിരുന്നു കറക്കം? കുഞ്ഞി കൈകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഞാൻ അപ്പൂപ്പൻ്റെ കൂടെ നടക്കാൻ പോയതാ. അമ്മ ഉറങ്ങുമായിരുന്നില്ലേ? അതാ. ചിണുങ്ങിക്കൊണ്ടുള്ള സംസാരം കേട്ട് അവൾ പുഞ്ചിരിച്ചു. എന്നിട്ട് എവിടൊക്കെ പോയി രണ്ടാളും? കുഞ്ഞിപ്പെണ്ണിനെ വാരിയെടുത്ത് മടിയിലിരുത്തി ശ്രീ. പിന്നീട് കുറച്ചു നേരത്തേക്ക് അവർ അമ്മയും മകളും മാത്രമുള്ള ലോകമായി. പലപ്പോഴും അവളുടെ ഒരു രക്ഷാകേന്ദ്രം ആ കുഞ്ഞായിരുന്നു. ഇനിയങ്ങോട്ട് ജീവിതവും പ്രതീക്ഷയും അവൾ തന്നെ. നിന്റെ തീരുമാനം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ശ്രീ. രാത്രി അത്താഴ സമയത്താണ് അനുജൻ ജിത്തു അവളോട് ചോദിക്കുന്നത്. കുഞ്ഞിന് ഭക്ഷണം വാരി കൊടുത്തുകൊണ്ടിരുന്നവളുടെ ഉടലും കൈയും ഒന്നാകെ വിറച്ചു. ശ്രീ ജിത്തുവിനെ ഒന്ന് നോക്കി പേടിപ്പിക്കാനല്ല. അച്ഛനോടും അമ്മയോടും നീ ഒന്നും മിണ്ടുന്നില്ലല്ലോ. അപ്പൊ പിന്നെ നിന്റെ തീരുമാനം എന്താണെന്ന് ആരെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? അവൻ ഇഷ്ടക്കേട് മറച്ചുവെക്കാതെ പറഞ്ഞു. അവൾ അച്ഛനെയും അമ്മയെയും നോക്കിയില്ല. എങ്കിലും അറിയുന്നുണ്ടായിരുന്നു തന്റെ മറുപടി എന്താകുമെന്ന് അറിയാനുള്ള അവരുടെ വ്യഗ്രത. മോള് വായ കഴുകിയിട്ട് കിടന്നു, അമ്മ വരാം. കുഞ്ഞിനെ മടിയിൽ നിന്ന് ഇറക്കി അവൾ പറഞ്ഞു. കുഞ്ഞനുസരണയോടെ അവിടെ നിന്ന് പോയി. നീ? ജിത്തു വീണ്ടും ചോദിക്കാൻ തുടങ്ങിയതും അവൾ കൈ ഉയർത്തി തടഞ്ഞു. ഇതുവരെ പലരും പറഞ്ഞതനുസരിച്ചതിൻ്റെ ഫലം ഞാൻ നന്നായി അനുഭവിച്ചു. ഇനി എന്ത് വേണം, എങ്ങനെ വേണം എന്നെനിക്കറിയാം. അത് ഞാൻ ചെയ്തോളാം. അവൾ മറ്റൊന്നും പറയാതെ അടുത്ത മറുപടിക്ക് കാക്കാതെ എഴുന്നേറ്റ് പോയി. വേണ്ട, ഞാൻ ചോദിച്ചാലല്ലേ നിനക്ക് പ്രശ്നം. വല്യേച്ചി വരണുണ്ട്. എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞോ. ജിത്തുവും ആഹാരം മതിയാക്കി എണീറ്റു. അച്ഛനും അമ്മയും പരസ്പരം നോക്കി. അവരും എണീറ്റ് പോയി. മുറിയിലെത്തുമ്പോൾ കുഞ്ഞ് ഉറക്കം പിടിച്ചു വരുന്നു. അവളെ കൂടെ കാണും തോറും ഉള്ളു വിങ്ങിപ്പൊട്ടുന്നു. ശ്രീ വേഗം ബാത്റൂമിലേക്ക് കയറി. നെഞ്ചു പൊട്ടിയവൾ കരയുമ്പോൾ കണ്ണിൽ തെളിഞ്ഞു വന്നത് 5 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അവളെയായിരുന്നു. എനിക്കിപ്പോൾ കല്യാണം വേണ്ടാമ്മ, ഞാൻ ഡിഗ്രി ഒന്ന് കംപ്ലീറ്റ് ആക്കിക്കോട്ടെ. അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് ശ്രീ പിന്നാലെ നടന്നു. അതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അവർ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെന്താണ്? അവിടെ ആയാലും നിന്റെ പഠിപ്പ് നടക്കും, അമ്മ തീർത്ത് പറഞ്ഞു. എന്നാലും അമ്മേ, എൻ്റെ ലക്ഷ്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഞാൻ അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ടുള്ളതല്ലേ. ഇത്ര പെട്ടെന്നൊരു കല്യാണം എനിക്ക് വേണ്ട അമ്മ. ദേ ശ്രീ, എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. നീ നല്ലൊരു ആലോചനയാ. നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടത്. ഇത് മതിയെന്നും പറഞ്ഞ് വന്നതാ പയ്യനും വീട്ടുകാരും. ഇനി എത്ര കാലാ അച്ഛൻ്റെ കഷ്ടപ്പാടിങ്ങനെ തുടരുന്നത്? ഒരു മനസ്സലിവ് കാണിച്ചു കൂടെ നിനക്ക്? അമ്മ കണ്ണു തുടയ്ക്കുന്നത് കണ്ട് അവളുടെ കണ്ണു നിറഞ്ഞു. അമ്മ, ഞാൻ അച്ഛൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ എൻ്റെ കരിയർ അത്. അവളത് പറയുമ്പോൾ അച്ഛനകത്തേക്ക് കയറി വന്നു. എന്തായി പോയ കാര്യം? നടക്കോ? അമ്മ ആകാംക്ഷയോട് ചോദിക്കുന്നത് കേട്ട് അവൾ 2 പേരെയും മാറി മാറി നോക്കി. എല്ലാം നന്നായി തന്നെ നടക്കൂടോ. സ്വർണം പഴയത് കുറച്ചുണ്ടല്ലോ നമുക്ക്, അതൊക്കെ ഒന്ന് പുതുക്കി വാങ്ങാം. പിന്നെ ആര്യയുടെ വിവാഹം കഴിഞ്ഞിട്ട് അധികം ആവാത്തത് കൊണ്ട് വീട് മോടി പിടിപ്പിക്കലൊന്നും അധികം വേണ്ട. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ ഏകദേശം കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും സംസാരം നീണ്ടുപോകവേ അവിടെ തൻ്റെ തീരുമാനത്തിന് പ്രസക്തിയില്ല എന്ന്. പിന്നീട് അങ്ങോട്ടെല്ലാം പെട്ടെന്ന് തന്നെയായിരുന്നു. പ്രദീപുമായുള്ള വിവാഹം, വിരുന്നും എല്ലാം കൂടെ 1 വർഷം കണ്ണടച്ച് തുറക്കം വേഗത്തിൽ കഴിഞ്ഞു. പ്രദീപേട്ടനൊന്നും പറഞ്ഞില്ല. അവൾ മടിയോടെ ചെന്ന് അവൻ്റെ അടുക്കൽ. എന്ത്? അത് ഇപ്പൊ തന്നെ 1 വർഷം കഴിഞ്ഞു. ഈ വരുന്ന അക്കാദമിക് ഇയറിലെങ്കിലും കയറിയില്ലെങ്കിൽ ഡിഗ്രി മുടങ്ങിപ്പോവും. അത്രയും നാൾ കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെയാവും, അവൾ പറഞ്ഞു. നീ രാവിലെ പഠിക്കാനെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ ബാക്കി കാര്യങ്ങൾ എങ്ങനാ? അത് അമ്മയുണ്ടല്ലോ. ഹോ, നീ പഠിക്കാൻ പോകുന്നതിന് വേണ്ടി എൻ്റെ അമ്മ ഇനി കഷ്ടപ്പെടണമായിരിക്കും. പഠിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഇവിടെ വെച്ച് തന്നെ കളഞ്ഞേക്ക്. എന്നിട്ട് വീടങ്ങനെ കൊണ്ടുപോകാമെന്ന് പഠിക്ക്. അവൻ ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് പഠിപ്പിക്കാമെന്ന് അച്ഛനോടും അമ്മയോടും വാക്ക് പറഞ്ഞതോ? അവൾ ചോദിച്ചു. അച്ഛനോടും അമ്മയോടും അല്ലേ, നിന്നോട് പറഞ്ഞില്ലല്ലോ. മര്യാദയ്ക്ക് ഈ കാര്യം ഇവിടെ വിട്ടേക്ക്, കേട്ടല്ലോ, അവൻ നിസ്സാരമായി പറഞ്ഞ് അവിടെ നിന്ന് പോയി. അതൊരു തുടക്കമായിരുന്നു, എല്ലാത്തിൻ്റെയും തുടക്കം. തൻ്റെ ഇഷ്ടങ്ങൾക്ക് മേൽ മറ്റൊരാളുടെ അധികാരം അടിച്ചമർത്തപ്പെടുകയായിരുന്നു പിന്നീട് അങ്ങോട്ട്. അയാൾക്ക് കൂട്ടിന് ആ വീട്ടിലുള്ളവരും. ആദ്യമാദ്യം വഴക്കും ചീത്തവിളികളും മാത്രമായിരുന്നുവെങ്കിൽ പിന്നെ അത് ഉപദ്രവത്തിലേക്ക് മാറി. സ്വന്തം അച്ഛനെയും അമ്മയെയും അറിയിച്ചപ്പോൾ പഠിക്കാൻ വിടുന്നില്ല എന്ന കാരണം കൊണ്ട് ഞാൻ മനഃപൂർവ്വം വെറുതെ ഓരോന്ന് കെട്ടിച്ചമയ്ക്കുകയാണത്രേ.
ആരും ഒന്നും വിശ്വസിക്കാനോ കേൾക്കാനോ തയ്യാറായില്ല. പിന്നെ പരാതികളും ഉണ്ടായില്ല. ഒരുതരം മരവിപ്പിലൂടെ ജീവിച്ചു. അതിനിടയിലുണ്ടായ ഒരാശ്വാസമാണ് കുഞ്ഞി. ഗർഭിണിയായ സമയത്ത് മാത്രമാണ് കുറച്ചെങ്കിലും ആ വീട്ടിലും അയാളിലും അല്പം സ്നേഹവും കരുതലും എനിക്ക് കിട്ടിയത്. പക്ഷേ അതിൻ്റെയും ആയുസ് അതൊരു പെൺകുട്ടിയാണെന്നറിയുന്നത് വരെ മാത്രമായിരുന്നു. ഈ കാലത്തിലും ഇത്തരം വികലമായ ചിന്തകളെ മുറുകെ പിടിക്കുന്ന ആളുകളുണ്ടല്ലോ എന്നോർക്കുമ്പോഴാണ് വിഷമം. മോൾ വന്നതോടെ ഇടക്കാല ആശ്വാസമായി കിട്ടിയ സ്നേഹവും കരുതലും അവസാനിച്ചു. പഴയതിലും കൂടുതലായി ഉപദ്രവങ്ങൾ. കുഞ്ഞിനു വേണ്ടി എല്ലാം സഹിച്ചു ക്ഷമിച്ചും ജീവിച്ച ദിവസങ്ങൾ. പതിയെ പതിയെ ഉപദ്രവങ്ങൾ കുഞ്ഞിലേക്കും പടരാൻ തുടങ്ങി. പലരും അടക്കം പറയുന്നത് കേട്ടിരുന്നു, അയാളുടെ പരസ്ത്രീ ബന്ധം. പക്ഷെ വിശ്വസിക്കാൻ എന്തുകൊണ്ടോ കഴിഞ്ഞില്ല. ഉള്ളിലെവിടെയോ അല്പം സ്നേഹം ബാക്കിയുണ്ടായിരുന്നിരിക്കണം. അച്ഛനെന്ന നിലയിൽ ഒരു കാര്യവും കുഞ്ഞിനു വേണ്ടി അയാൾ ചെയ്തിരുന്നില്ല. അന്ന് കുഞ്ഞിന് തീരെ വയ്യാതെ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പോൾ കണ്ടത് ഞങ്ങളുടെ മുറിയിൽ അതേ ബെഡിൽ മറ്റൊരു സ്ത്രീയുമായി. അത് നേരിട്ട് കണ്ടപ്പോൾ ഛർദ്ദിക്കാനാണ് തോന്നിയത്. ഞാൻ കണ്ടു എന്നൊരു കൂസലില്ലാതെ അയാൾ വീണ്ടും. ഇതിനൊക്കെ ഒത്താശ അയാളുടെ അമ്മയും. നിങ്ങളൊരു സ്ത്രീയല്ലേ, മകൻ്റെ ഈ പിറപ്പുകേടിനെ സപ്പോർട്ട് ചെയ്യുവാണോ? ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു. കൂടെയുള്ളത് നല്ലതല്ലെങ്കിൽ ആണുങ്ങൾ അങ്ങനെ പലതും ചെയ്തു എന്നിരിക്കും. ഒരു മടിയും കൂടാതെ അവർ അവളോട് പറഞ്ഞു. നിങ്ങളീ പറഞ്ഞതിന് മുഖമടച്ചൊന്ന് തരാൻ അറിയാഞ്ഞിട്ടല്ല, എൻ്റെ കൈ നാറും, അതുകൊണ്ടാണ്. കുഞ്ഞിനെയും എടുത്ത് മുറ്റത്തേക്കിറങ്ങി. കുറച്ച് സമയത്തിനു ശേഷം അയാളുടെ കൂടെയുണ്ടായിരുന്ന സ്ത്രീ വേഗം ഇറങ്ങിപ്പോകുന്നത് കണ്ടു. തിരിച്ചു മുറിയിലേക്ക് പോയി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സർട്ടിഫിക്കറ്റുകളും കുഞ്ഞിൻ്റെയും തൻ്റെയും ഡ്രസ്സുകളും എടുത്ത് ബാഗിലാക്കി. നീ ഇതെങ്ങോട്ടാ? അയാളുടെ ചോദ്യത്തിന് അവൾ മറുപടി പറഞ്ഞില്ല. അയാൾ വേഗം അവളുടെ കയ്യിൽ പിടിക്കാനാഞ്ഞതും തൊട്ടുപോകരുതെന്നെ. അതുവരെ കാണാത്ത ഒരു മുഖഭാവമായിരുന്നു അപ്പോൾ അവളിൽ. നീ ആരോടാ? മതി, നിർത്തിക്കോ താൻ. ഇത്രയും കാലം ഞാൻ സ്നേഹിച്ചത് ഈ കുഞ്ഞിനു വേണ്ടിയായിരുന്നു. ഈ നിമിഷം വരെ നിങ്ങൾ ഒരു നല്ല അച്ഛനായിരുന്നില്ല. എന്നെങ്കിലും ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഇനി അതില്ല. എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു അച്ഛനെ വേണ്ട. നല്ല അച്ഛനും ഭർത്താവും ഒക്കെ ആകണമെങ്കിൽ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കണം. ഡീ! അയാൾ മുഷ്ടി ചുരുട്ടി അവളുടെ നേരെ വന്നു. ഇനി എൻ്റെ ദേഹത്ത് തൊട്ടാൽ അമ്മയെയും മോനെയും വെട്ടി നുറുക്കും ഞാൻ. ജീവിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനൊന്നും ചെയ്യാതെ വിടുന്നത് എന്ന് കരുതി രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. കാലം എല്ലാത്തിനും കരുതി വെച്ചിട്ടുണ്ട്. അന്നത്തോടെ ആ ജീവിതത്തിന് തിരശീല വീണു. എല്ലാം അറിയുമ്പോഴെങ്കിലും കൂടെ നിൽക്കൂ എന്ന് കരുതിയ വീട്ടുകാർ കുറച്ചുകൂടി സഹിച്ചുകൂടായിരുന്നോ എന്നാണ് ചോദിച്ചത്. പിന്നെ അവരോടും ഒന്നും പറയാൻ തോന്നിയില്ല. നിന്റെ കല്യാണം നടത്തിയതിൻ്റെ കടം പോലും അച്ഛൻ ഇതുവരെ തീർത്തിട്ടില്ല. അവനെ പറഞ്ഞും സ്നേഹിച്ചും മനസ്സിലാക്കി സ്വന്തം വരുതിയിലാക്കാനുള്ളതിന് അവൾ കൊച്ചിനെയും കെട്ടിപ്പെറുക്കി വന്നിരിക്കുന്നു. നീ കാരണം എൻ്റെ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും മുൻപിൽ തല കുനിച്ചാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ചേച്ചിയാണ് ഒപ്പം മറ്റുള്ളവരും. നിരന്തരം അനുഭവിച്ചതൊക്കെയും പറഞ്ഞിട്ടും ഇവരൊക്കെ ഇപ്പോഴും അയാളാണ് ശരിയെന്ന മട്ടിലാണ്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാത്തതായിരുന്നു പ്രശ്നം. ഒഴിപ്പിച്ചു വിട്ടത് രണ്ടായി തിരിച്ചു വന്നതിലുള്ള അമർഷം. നിന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെയും കൂട്ടി നിന്റെ വീട്ടിൽ, നിന്റെ മുറിയിൽ, നിങ്ങളുടെ ബെഡിൽ. അത് നീ കാണുമ്പോഴും നീ അത് അഡ്ജസ്റ്റ് ചെയ്യുവോ? എന്നിൽ നിന്നും അങ്ങനെയൊന്ന് കേട്ട് അവളൊന്ന് പകച്ചു. എന്തേ, നിന്റെ നാവിറങ്ങിപ്പോയോ? ഞാൻ പറഞ്ഞപ്പോൾ സഹിക്കാൻ വയ്യ നിനക്ക്. അപ്പോൾ നേരിട്ട് കണ്ട ഞാനോ? ഒരു കാര്യം ഞാൻ എല്ലാവരോടും കൂടി പറയാം. ഈ വട്ടമേശ സമ്മേളനം എന്നെയും എൻ്റെ കുഞ്ഞിനെയും കുറിച്ച് ഓർത്താണെങ്കിൽ വേണ്ട. ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞാനുണ്ട്. എനിക്കറിയാം എന്ത് വേണമെന്ന്. അപ്പോൾ അച്ഛൻ്റെ കടങ്ങളോ? അതൊക്കെ ഇനി എങ്ങനാ? നീ ഇവിടെ തന്നെയാണെങ്കിൽ നിന്റെ സ്വർണ്ണമൊക്കെ ഇങ്ങ് എടുത്ത് വിറ്റച്ഛൻ കടങ്ങൾ തീർക്കാം. ഒരു കൂസലില്ലാതെ ചേച്ചി അത് പറഞ്ഞു. സൗകര്യമില്ല. ഇത് 5 വർഷം മുമ്പ് എനിക്കിട്ട വിലയാണ്. അതെൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. ഞാൻ അവിടെ തന്നെ തുടർന്നിരുന്നുവെങ്കിൽ അച്ഛൻ എങ്ങനെ കടം വീട്ടുമായിരുന്നോ അതുപോലെ ഇനിയും വീട്ടിക്കോളും. പിന്നെ ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് നിന്നോട് ഞാൻ പറഞ്ഞോ? ഈ നരകത്തിൽ ഇനി ഞാനും എൻ്റെ മോളും ഇല്ല. ഞങ്ങൾ പോകുക. എങ്ങോട്ട്? അറിഞ്ഞിട്ടെന്തിനാ? എന്തായാലും മനുഷ്യക്കോലമുള്ള രാക്ഷസ കൂട്ടത്തിലേക്കല്ല പോകുന്നത്. മോളെ, അമ്മയാണ്. വേണ്ട, വിളിക്കരുത് തന്നെ അങ്ങനെ. ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും വെറുക്കുന്നത് അയാളെ അല്ല, നിങ്ങളെയാ. എൻ്റെ ജീവിതം ഇങ്ങനെ ആകാൻ കാരണക്കാരായ നിങ്ങളോട്. ഒരമ്മ എങ്ങനെ ആകണമെന്നും ആകരുത് എന്നും എൻ്റെ അനുഭവം കൊണ്ട് എൻ്റെ മകൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. അവളുടെ വിദ്യാഭ്യാസവും ജോലിയും ഒന്നും മറ്റൊരാളുടെ തലയിലേക്ക് കൊടുക്കില്ല ഞാൻ. അമ്മയും അച്ഛനും ഒന്നും മിണ്ടാതെ തല താഴ്ത്തി. എടി, നിനക്ക് 2 പെൺകുട്ടികളല്ലേ? നിന്നെപ്പോലെ വിഷജന്തുക്കളാക്കാതെ നല്ല മക്കളായി വളർത്ത്. കല്യാണമല്ല ജീവിതത്തിൽ പ്രധാനമെന്ന് പറയും.
നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും ആരുടെയും മുന്നിൽ തല കുനിക്കാതെ കൈ നീട്ടാതെയും ജീവിക്കുകയാണ് വേണ്ടത് എന്ന് പറയും. അവൾ പറഞ്ഞുകൊണ്ട് മുറിയിൽ പോയി. ഇനി മറ്റുള്ളവർക്ക് വേണ്ടിയല്ലാതെ സ്വയം ജീവിക്കാനായി, ഒരു പുതിയ തുടക്കത്തിനായി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.